തുളുമ്പിയല്ലോ നാഥ തള്ളാഹു കുക്കുംബർ ആമീൻ നെയ്മീൻ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്, ഒരു ആർട്ടിക്കിൾ ആണ്. അത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ എഴുതിയ ഒരു പോസ്റ്റ് ആണ്. അതിന്റെ ക്യാപ്ഷൻ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ്: കല്ലേറ്. കാശ്മീരിലാണെങ്കിലും ദില്ലിയിലാണെങ്കിലും ജിഹാദികളുടെ ഒരു വീക്ക്നെസ് ആണ് കല്ലേറ്. കല്ലേറിൽ ജിഹാദികൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനിടെ ദില്ലി തുർക്ക്മാൻ ഗേറ്റിൽ പോലീസിന് നേരെ കല്ലെറിഞ്ഞ ജിഹാദികളെ എന്തായാലും കൂട്ടത്തോടെ ചവിട്ടിക്കൂട്ടി അകത്താക്കിയിട്ടുണ്ട്. ഇവന്മാർ എന്നിനി പുറം ലോകം കാണും എന്റെ നാഥാ തള്ളാഹു കുക്കുംബർ. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ആണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ എഴുതിയത്. മറ്റൊന്നുമല്ല, അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞമ്മന്റെ ഏരിയ എത്തിക്കഴിഞ്ഞാൽ അവിടെ കല്ലേറും. സേനയ്ക്കെതിരെ, പോലീസിനെതിരെയാണെങ്കിലും സൈന്യത്തിനെതിരെയാണെങ്കിലും ഈ ജിഹാദികളുടെ പുതിയൊരു സൂക്കടൽ, ആദ്യകാലം മുതലുള്ള സൂക്കടാണ് കല്ലെറിയുക എന്നുള്ളത്. ആ ഏറ് ഡൽഹിയിലും നടത്തിയിട്ടുണ്ട്. ആ ഡൽഹിയിൽ നടത്തിയ സ്ഥലത്ത് കൃത്യമായിട്ടും ഇവറ്റകളെ കൂട്ടത്തോടെ ചവിട്ടിക്കുട്ടി ഉള്ളിലാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. അത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഇനി ആന പിണ്ടിയിടുന്നത് കണ്ട് അണ്ണാൻ പിണ്ടിയിടാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും? ആസനം കീറിപ്പോവും, അല്ലെ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഇത്. മറ്റൊന്നിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. 2020 ലോകകപ്പില് ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ലെന്ന് ബംഗ്ലാദേശ്. മുസ്ലിം ഭീകരർ ICCയോട് അപേക്ഷിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കളികളൊക്കെ ഈ വരുന്ന ലോകകപ്പ് ഉണ്ടല്ലോ, 2020 ലോകകപ്പ് ഫെബ്രുവരിയോടുകൂടി വരികയാണ്. ഈ ഫെബ്രുവരി നടക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയിൽ ഞങ്ങൾ കളിക്കില്ല. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കളികൾ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഞങ്ങൾ കളിക്കൂല. ഞങ്ങൾക്ക് മതമാണ് വലുത്, ഞങ്ങളുടെ മത തീവ്രവാദികളാണ് വലുത്. ഇന്ത്യയിൽ കളിക്കില്ല. ഇന്ത്യ ഞങ്ങളുടെ ചിരകാല ശത്രുവാണ് എന്ന് ആരാ പറയുന്നത്? അണ്ണാന. ആനയോട് മുട്ടുക അണ്ണാൻ എന്ന് പോലും പറയാൻ പറ്റില്ല. കടലിനോട് മുട്ടുകയാണ് ചെറിയൊരു നദി എന്നുള്ളതിനെയാണ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റാം. പക്ഷെ ICC പറഞ്ഞു, ബംഗ്ലാദേശെ ചാർട്ട് ഞങ്ങൾ ഇട്ടോളാം, ഞങ്ങൾ ചാർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് തരും. ആ ചാർട്ട് പ്രകാരം കളി ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ പോയി കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ ഒന്നും കളിക്കണ്ട, നിനക്ക് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിന്റുകൾ കിട്ടൂല. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ടീം എത്രത്തോളം ശക്തരാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇവനാണ് എന്നിട്ട് ആനയുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു ഉറുമ്പ് ഇങ്ങനെ കൊമ്പ് ഉരുകിട്ട് നിന്നെ ഞാൻ കുത്തിക്കൊല്ലുമട എന്നൊരു ഉറുമ്പ് പറയുന്ന പോലെയാണ് ഇവറ്റകൾ ഇന്ത്യയോട് വെല്ലുവിളിക്കുന്നത്. നാണോ മാനോ ഉളുപ്പില്ല. കാരണം വല്ലതും തിന്നാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്തിട്ട് തന്നെ വേണം, ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ വാല് പൊക്കുന്ന ഈ ഡാഷുകൾ നാളെയൊക്കെ കരഞ്ഞു മെഴുകി വരും. ഞങ്ങൾക്ക് ഗോതമ്പ് തായോ, ഞങ്ങൾക്ക് അരി തായോ എന്നും പറഞ്ഞുകൊണ്ട്. ഇന്ത്യക്ക് ഒന്ന് വിരലിൽ ഒടിക്കാനുള്ള ശക്തി പോലും ഇല്ലാത്ത ഈ സുഡാപ്പികൾ, മദ്രസ വാണങ്ങൾ, അവന്റെയൊക്കെ മദ്രസ കിതാബും പൊക്കി പിടിക്കല്ലാതെ വേറെ എന്താണ് ഈ വെറ്റുകൾക്ക് ഉള്ളത്? എന്തായാലും ICC കൃത്യമായിട്ടും ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡ് കൃത്യമായിട്ടും വിവരം കൊടുത്തിട്ടുണ്ട്. വേണേ കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇട്ടിട്ട് പോടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചിരികൾ പലതരം എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ടീച്ചർ അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ചിരിയൊന്നല്ല, നമ്മുടെ പറയുന്ന ശ്രീലേഖ IPS-ഉം പിന്നെയോ നമ്മുടെ പ്രശാന്തേട്ടനും തമ്മിൽ കൈ കൊടുത്ത് നിൽക്കുന്ന ഒരു ചിരിക്കുന്ന ഒരു ഫോട്ടോയും ഇട്ടിട്ടുണ്ട് ടീച്ചർ. ആ ടീച്ചർ അതിന് മേലെ കൊടുത്തിരിക്കുന്നു, ചിരികൾ പലതരമുണ്ട് ശശികല ടീച്ചർ. ഇത് നോക്കൂ, തെളിഞ്ഞ ചിരി. തെളിഞ്ഞ ചിരി ആരതാ? ശശികല ടീച്ചർ കൊടുത്തിരുന്ന ആ ചിത്രത്തിൽ കൃത്യമായിട്ടും തെളിഞ്ഞ ചിരി ശ്രീലേഖ IPS-ന്റെയാണ്. കാരണം നുണ ലോകം ചുറ്റുമ്പോഴേക്കും നമ്മുടെ ചെരുപ്പേട്ടൻ, സത്യം ചെരുപ്പിട്ടിട്ടേ ഉണ്ടാവുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അത്തരത്തിൽ തന്നെയായിരുന്നു വട്ടിയൂർക്കാവ് MLA ആയിരുന്ന പ്രശാന്ത് പച്ച നുണകൾ പടച്ചു വിട്ടുകൊണ്ട് ശ്രീലേഖ IPS-നെ നാണം കെടുത്തിയത്. അതും വളരെ സാഹോദര്യത്തോടു കൂടി സംഭാഷണം നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണത്തിലെ വരികളൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് എന്തായാലും ശ്രീലേഖ IPS നേരെ അവന്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രശാന്തിനെ ഒരു അനിയന്റെ പോലെയാണ് കണ്ടിട്ടുള്ളത്. എന്റെ ഓഫീസിൽ സൗകര്യമില്ല. പ്രശാന്തിന് MLA ക്വാർട്ടേഴ്സിൽ ഓഫീസ് ഉണ്ടല്ലോ, അവിടേക്ക് മാറാൻ പറ്റുമോ എന്ന് വളരെ ലാളിത്യത്തോടു കൂടി ചോദിച്ച ശ്രീലേഖ IPS-നെ നാണം കെടുത്തിയ പ്രശാന്തിന്റെ ചിരിയും ഈ പറയുന്ന ശ്രീലേഖ IPS-ന്റെ അന്ന് ശ്രീലേഖ മാം അവന്റെ ഓഫീസിലേക്ക് കയറി ചെന്ന സമയത്ത് എടുത്ത ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം ഇട്ടുകൊണ്ടാണ് ശശികല ടീച്ചർ ക്യാപ്ഷൻ കൊടുത്തത്. ചിരികൾ രണ്ടു തരം വ്യത്യസ്ത രീതിയിലുണ്ട് എന്നുള്ളത്. മാധ്യമങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നതും വരാലിനെ പോലെ മെയ്വഴക്കം കാണിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്ന് ആരാ പറഞ്ഞത്?
ശ്രീലേഖ IPS അത് കാണിച്ചു തന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പച്ച നുണ പറഞ്ഞ് മെഴുകലല്ല അന്തംകമ്മി മാക്രികളെ രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നു. അത് കണ്ടതോടുകൂടി തന്നെ വട്ടിയൂർക്കാവ് MLA കണ്ടം വഴി അവന്റെ ഓഫീസ് സ്ഥലം കാലിയാക്കി ഓടി എന്നുള്ള വാർത്തയും നമ്മൾ കണ്ടു. അതിനെ ന്യായീകരിച്ചതും അവൻ എന്നിട്ട് ചാനലുകളിൽ വന്ന് മെഴുകിയത് എങ്ങനെയാ, വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്നാ പറഞ്ഞത്. നോക്കൂ, വിവാദം ഉണ്ടാക്കിയവൻ തന്നെ പറയുകയാണ് വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇവനൊക്കെ ബൂമറാങ് പോലെ ഇവനൊക്കെ പറയുന്നതും ചെയ്യുന്നതും തിരിച്ചടിയായിട്ട് ഇവന്റെയൊക്കെ ചെപ്പക്കുറ്റിക്ക് ചെവിട് തകർത്തുകൊണ്ട് ബൂമറാങ് ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു വന്ന് ഇവിടെ അടിച്ച് ഇവന്റെയൊക്കെ ആ സ്ഥിരബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി പോലും, ബാക്കിയുള്ള ഇച്ചിരി ബുദ്ധിയും മാനുഷികതയുണ്ടല്ലോ അതുപോലും അടിച്ചു തെറിപ്പിക്കുന്നു. ഇവനൊക്കെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി വീണ്ടും ഒരു കോമഡി കാർട്ടൂൺ ആണ്. ആ ബക്കറ്റ് വേസ്റ്റ് ആയല്ലോ സഖാക്കളെ. ആരാന്നറിയാമോ? നമ്മുടെ വെനസ്വലയിൽ പിടിയിലായ അമേരിക്ക ഒരു നിമിഷം കൊണ്ട് കെട്ടിപ്പൊക്കി കൊണ്ടുപോയ എന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ കമ്മികൾ പിരിവിനിറങ്ങാൻ സാധ്യതയുണ്ട്. വെനസ്വലയുടെ ആ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ വെനസ്വലയുടെ പ്രസിഡന്റ് യാചിച്ചുകൊണ്ട് കൈകൂപ്പി പറയുകയാണ് ഈ നാട്ടിലെ അന്തംകമ്മികളോട്, മക്കളെ എന്റെ പേരിൽ നിങ്ങൾ പിരിവിനിറങ്ങല്ലേ, ഈ വരുന്ന ബക്കറ്റും കൊണ്ട് എന്റെ പേരിൽ പിരിവിനിറങ്ങി വരുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജികൾക്ക് 10 പൈസ കൊടുക്കല്ലേ എന്നുള്ളത് വെനസ്വലയുടെ ആ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്. അത് വലിയൊരു ട്രോൾ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങൾ, SDP എന്ന് പറയുന്ന തീവ്രവാദി കൂട്ടങ്ങൾ കൊന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ അഭിമന്യുവിനെ കുത്തിക്കൊന്നത് മുസ്ലിം തീവ്രവാദികളാണ്, SDP തീവ്രവാദികളാണ്, പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഇന്നും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച, ആ ആശയത്തിൽ പ്രവർത്തിച്ച ആ കുഞ്ഞിന്റെ, ആ അഭിമന്യു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ, ആ കുട്ടിയുടെ കൊലപാതകത്തിൽ പോലും കൃത്യമായിട്ട് പ്രതികളെ, യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടോ ഇല്ലെന്നേ. മാത്രമല്ല ഈ കേസ് നീട്ടി കൊണ്ടുപോകുന്നു. എന്നിട്ടോ ഈ കുട്ടിയുടെ പേരിൽ കോടികൾ പിരിച്ചിട്ട് അതിൽ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു വീട് വെച്ച് കൊടുത്തു. ബാക്കി പൈസയോ കണക്കൊന്നും ചോദിക്കാൻ പാടില്ല, കണക്ക് ഞങ്ങൾ ഇങ്ങനെ വായുവിൽ കണിക്കുന്ന കണക്കേ ഞങ്ങൾക്കുള്ളൂ. കോടികൾ പിരിക്കുക, എന്നിട്ട് ഇത്തിരി ലക്ഷങ്ങൾ ആ പിരിച്ചതിന്റെ പേരിൽ കൊടുക്കുക, ബാക്കിയൊക്കെ നക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ചരിത്രവും അവരുടെ യോഗ്യതയും എന്നിരിക്കെ ഈ വെനസ്വലയുടെ പ്രസിഡന്റ് കൈകൂപ്പി പറയുന്നു, സഖാക്കളെ അന്തംകമ്മി മാക്രികളെ എന്റെ പേരിൽ ചുവന്ന ബക്കറ്റുമായി പിരിവിനിറങ്ങല്ലേ. പിന്നെ കേരളത്തോട് പറയുന്നു, കേരളത്തിലെ നാട്ടുകാരെ എന്റെ പേരും പറഞ്ഞ് കേരളത്തിൽ കമ്മികൾ പിരിവിനിറങ്ങാൻ സാധ്യതയുണ്ട്, 10 പൈസ കൊടുക്കല്ലേ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഗംഭീര വാർത്ത തന്നെയാണ്. ചെറിയൊരു കോമഡി ആണെങ്കിൽ പോലും അതിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നഗ്ന സത്യങ്ങൾ തന്നെയുണ്ട്. ഇനി നമ്മുടെ പിണറായി തമ്പുരാൻ പറയുന്നൊരു പോസ്റ്ററാണ്, ഗംഭീര പോസ്റ്ററാ. പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് മാറുവിരിച്ചിറങ്ങിയ നേതാവാണ് പിണറായി വിജയൻ. നോക്കൂ, ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കട്ടി വേണമെന്നുള്ളത് നമുക്ക് പലയൊന്നും ഇവരുടെ മുൻപിൽ ഒന്നുമല്ല. അതായത് നമ്മുടെ AK ബാലൻ എന്ന് പറയുന്ന പീഡനം, സഖാക്കന്മാരുടെ പീഡനം അളക്കാൻ പോയി ആ പീഡനത്തിന്റെ തോതളന്നുകൊണ്ട് ഇത് തീവ്രത ഇല്ലാത്ത പീഡനാണ്, അത് തീവ്രത ഉള്ളതാണ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയതാണ്. എന്നാൽ PK ശശിന്റെ ആയാലും അല്ലെങ്കിൽ വേറെ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റുള്ള ശശി ആണെങ്കിൽ ഇവന്റെയൊക്കെ തീവ്രവാദം അത് കുറച്ച് ചെറിയ തീവ്രത കുറഞ്ഞ തീവ്രവാദം. രാഹുൽ മാങ്കൂട്ടം വലിയ തീവ്രത കൂടിയ പീഡനാണ്. ഇത്തരത്തിൽ പീഡനത്തിന്റെ അളവ് അളക്കുന്ന AK ബാലൻ, ഈ AK ബാലൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് മാറുവിരിച്ചിറങ്ങിയ നേതാവ്. ആരെ സുഖിപ്പിക്കാനാണ് എന്ന് പറയണ്ടല്ലോ. അതായത് ഇസ്ലാമിക ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി. നമ്മൾക്കറിയാം ഇവിടെ ശബരിമല സന്നിധിയിൽ നടന്ന സ്വർണ്ണ കവർച്ച, ആ കവർച്ചയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നു. ആ സമയത്ത് ഇസ്ലാമിക ജിഹാദികൾ ഈ വെള്ളാപ്പള്ളിയോടുള്ള പിണറായി വിജയന്റെ ബന്ധത്തെ സൂചിപ്പിച്ചൊക്കെ ജിഹാദികളുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടാതെ വരുമോ എന്ന് കണ്ടപ്പോൾ നമ്മന്റെ AK ബാലൻ സഖാവ് പുതിയൊരു അസ്ത്രം എടുത്ത് പ്രയോഗിച്ചതാണ്. പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് മാറുവിരിച്ചിറങ്ങിയ നേതാവാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കളഞ്ഞിരിക്കുന്നു. ശശികല ടീച്ചർ അതിന്റെ മേലെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഭൂരിപക്ഷത്തിന്റെ മാറു പിളർക്കാൻ മടിയില്ലാത്ത നേതാവും ഈ കാരണഭൂതൻ തന്നെയാണ് എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ടീച്ചറെ. അതായത് ഇവിടത്തെ ഇടതിനെയും വലതിനെയും വിജയിപ്പിക്കുന്ന ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടല്ലോ, മഹാഭൂരിപക്ഷം, ആ മഹാഭൂരിപക്ഷത്തെ മണ്ടന്മാരാക്കിക്കൊണ്ട് തന്നെ ഈ നാട്ടിൽ ഈ പറയുന്ന ഇസ്ലാമിക പ്രീണനം നടത്തുക, ജിഹാദികൾക്ക് വേണ്ടി മാത്രം ഭരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളമാണ് ഇതിന് പിറകിലെ വേദനാജനകമുള്ള കാര്യം എന്നുള്ളത് ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.